പക്ഷേ ആരെയൊക്കെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ നോക്കൂ, ആരെയാണ് പ്രീണിപ്പിക്കുന്നത്? പാകിസ്ഥാനെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഭീകരവാദികളെയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പാകിസ്ഥാന് വേണ്ടി വിടുപടി ചെയ്യുന്ന ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ വിവിധ തെരുവിനൊക്കെ ഈ പാകിസ്ഥാൻ്റെ പേരും ജിന്നയുടെയും പേരൊക്കെ ഇടുന്നതിന് ഞങ്ങൾ അങ്ങേയറ്റം നോക്കും, അത് ചവറ്റുകുട്ടയിൽ പോകും. ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്ത് BJP-യിൽ നിന്ന് പോയിട്ടുള്ള ഒരുത്തൻ, നമുക്കറിയാലോ, BJP കാരണക്കാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് വന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം ഇപ്പോൾ സത്യത്തിൽ പൊന്നാനിയിൽ പോയിക്കൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായി മാറുമോ എന്ന് തന്നെയുള്ള സംശയം രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തെ വർഗീയപരമായിട്ട് മലീമസമാക്കുകയും വർഗീയ ചേരിതിരിവിന് കോൺഗ്രസ് നടത്തുന്ന ശ്രമം അങ്ങേറ്റം അപലപനീയമാണ്. നമസ്കാരം. നമസ്കാരം. മാഷ്, ഇപ്പോൾ പാലക്കാട് ജിന്ന സ്ട്രീറ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്ഥലമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിവാദം ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. ഈ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ഹെഡ് ഗവർ വിഷയം, ആ വിഷയത്തിന്റെ ആഴത്തിലുള്ള ചർച്ചകൾ വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന്, ഒരു ജിന്ന സ്ട്രീറ്റ് മാത്രമല്ല, കേരളത്തിലെ നിരവധി പ്രദേശങ്ങൾ അനവധി ജിന്ന സ്ട്രീറ്റുകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ തന്നെ പാകിസ്ഥാൻ മുക്ക് എന്ന പേരിലും പാകിസ്ഥാൻ ആർമി പ്രദേശം എന്ന് പറയുന്ന പേരിലും അതുപോലെ തന്നെ ജിന്ന മുക്ക് എന്ന പേരിലും സദ്ദാം ബീച്ച് എന്ന പേരിൽ പോലും ഇവിടെ വിവിധ പ്രദേശങ്ങളും സ്ഥലങ്ങളും ഈ കേരളത്തിലുണ്ട്. അത് കേരളത്തിൽ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ, മത തീവ്രവാദികളെ, ഇത്തരത്തിലുള്ള ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ കാലഘട്ടത്തിലും എടുത്ത നിലപാടുകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൽ പോലും ഒരു ജിന്ന സ്ട്രീറ്റ് ഉണ്ടാകുന്നത്. അങ്ങേയറ്റം അപകടവും അതോടൊപ്പം തന്നെ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എല്ലാ കാലഘട്ടത്തിലും ഈ രണ്ട് മുന്നണികളും സാക്ഷ്യം വഹിച്ചത്. സത്യത്തിൽ രാജ്യസ്നേഹിയായിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് ഗവർണറെ പോലെയുള്ള ഒരാളുടെ പേരിൽ ഒരു സ്മാരകം ഉയരുന്ന സമയത്ത് അതിനെതിരെ ഇവർ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. രാജ്യസ്നേഹികൾക്ക് ഈ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ, പാലക്കാടിൻ്റെ മണ്ണിൽ ഇടം നൽകില്ല എന്ന് ഇവർ പറയുന്ന സമയത്ത് ഇവർ ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവർ ആരെയാണ് സ്വന്തം രാഷ്ട്രത്തിൻ്റെ പിതാവായി കണക്കാക്കാൻ സാധിക്കുന്നത്? അപ്പം ജിന്ന പ്രേമം മുതലുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികളാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ രാഷ്ട്രീയ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA പക്കത് അദ്ദേഹം ഒരു തരത്തിൽ അവിടെ കാണിക്കുന്നില്ല. പൊതുവെ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഗുണ്ട നേതാവിനെ പോലെ തെരുവീതികളിൽ പാലക്കാടിനെ പോലെ ശാന്തിയും സമന്വയമുള്ള ഒരു പ്രദേശത്ത് ഒരു ഹെഡ് ഗവർ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രദേശത്തെ മുഴുവൻ കലാപാന്തരീക്ഷത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സുധാകരനും മറ്റേ VD സതീശനുമൊക്കെ അവിടെ വന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ. അപ്പോൾ സത്യത്തിൽ ഈ കേരളത്തിൻ്റെ പൊതു ധാരയിൽ തന്നെ ഇപ്പം രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് രാജ്യവിരുദ്ധ ശക്തിയും മറ്റൊന്ന് രാജ്യസ്നേഹികളും. അതുകൊണ്ട് ഇതിൻ്റെ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും യൂത്ത് കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും അറിയാം. ഇപ്പോൾ ബറോസ് വിവാദമൊക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ടല്ലോ. ആരുടെ കൈകളിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കക്കാരുടെ കൈകളിലെ പാവയായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഒരു വലിയ അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഈ രാജ്യത്ത് ജിന്ന സ്ട്രീറ്റിന് വേണ്ടി ഇവിടെ മുദ്രാവാക്യം വിളിക്കുകയും ഹെഡ് ഗവർണറെ പോലെയുള്ള മഹാരഥന്മാർക്ക് വേണ്ടി സ്മാരകം ഉയരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനത ഇതൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഈ കേരളത്തിലെ കോൺഗ്രസ് നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനം, അതോടൊപ്പം തന്നെ വർഗീയ പ്രീണനം, ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ പോലെയാണ് സത്യത്തിൽ VD സതീശൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് CAA വിഷയമായിക്കോട്ടെ, രാം മന്ദിർ വിഷയമായിക്കോട്ടെ, വഖഫ് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിലൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകളും ഇസ്ലാമിക തീവ്രവാദത്തെ, ഭീകരവാദികളെ പാലൂട്ടി വളർത്താൻ വേണ്ടി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരണം പറയാം, എല്ലാ കാലഘട്ടത്തിലും UDFൻ്റെ ഒരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ടാണ് മതഭീകരവാദികൾ ഈ കേരളത്തെ നിയന്ത്രിച്ചിരുന്നത്. അത് UDFന് ഭരണമുള്ള സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണമില്ലെങ്കിൽ പോലും UDFനകത്ത് അവർ ശക്തമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്ത് BJP-യിൽ നിന്ന് പോയിട്ടുള്ള ഒരുത്തൻ, നമുക്കറിയാലോ, BJP കാരണക്കാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് വന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം ഇപ്പോൾ സത്യത്തിൽ പൊന്നാനിയിൽ പോയിക്കൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായി മാറുമോ എന്ന് തന്നെയുള്ള സംശയം രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കേരളത്തെ വർഗീയപരമായിട്ട് മലീമസമാക്കുകയും വർഗീയ ചേരിതിരിവിന് കോൺഗ്രസ് നടത്തുന്ന ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ ഹെഡ് ഗവർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ, അവർ നടത്തിയിട്ടുള്ള ഗുണ്ടായിസങ്ങൾ, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഒരു പൊതുസമൂഹം ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ പാകിസ്ഥാൻ മുക്കും ജിന്ന മുക്കും അതുപോലെ സദ്ദാം ബീച്ചും ഒക്കെ പുനർനാമകരണം ചെയ്തുകൊണ്ട് രാജ്യസ്നേഹികളുടെ പേരുകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്
രാജ്യ സ്നേഹികളുടെ പേരുകൾ നൽകുന്ന സംവിധാനത്തിലേക്ക് ഈ കേരളം മാറണം. ഈ പാകിസ്ഥാൻ മുക്കോ ജിന്ന മുക്കോ ഒന്നും കേരളത്തിൽ ഇനി വളരാനോ ആ പേരിടാനോ ഒരു പ്രദേശത്ത് അത്തരത്തിൽ പേരിൽ അറിയപ്പെടാനോ BJP ഒന്നും അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ട് പാലക്കാട് മാത്രമല്ല കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഈ പേര് വർഷങ്ങളായിട്ടുണ്ട്. ഇവിടുത്തെ ദേശീയ ജനത ഇതെല്ലാം സഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ദയനീയം തന്നെയല്ല. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം നോക്കൂ, ഈ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അറിയാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആളുണ്ട്. സെയ്ദ് ഇക്ബാലിനെ പോലെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ നോക്കണം, മുസ്ലിം ലീഗിന്റെ വിവിധ നേതാക്കന്മാരുണ്ട്. അവരുടെ പേരിട്ടോട്ടെ, നമുക്കത് കുഴപ്പമില്ല. എന്തിനാണ് ഇവർ ഈ ജിന്നയോടുള്ള പ്രേമം? എന്തിനാണ് ഈ പാകിസ്ഥാൻ കോളനിയും പാകിസ്ഥാൻ മുക്കൊക്കെ ഈ കേരളത്തിൽ വരാനുള്ള കാരണം? അപ്പൊ ഇവരുടെ സ്നേഹം എന്നും പാകിസ്ഥാനോടാണ്. ആ പാകിസ്ഥാനോട് ഇവർ പുലർത്തിയിട്ടുള്ള ആ കൂറിപ്പ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഈ വർഗീയ രാഷ്ട്രീയ പ്രീണന നയം ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് അവരുടെ ഈ ആണിയടിക്കാൻ, അവരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കലാണ് ഈ വിവാദങ്ങൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനോട് ചേർന്നിരുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ ചാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മുന്നണി ഇത്തരത്തിലുള്ള പ്രീണനങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളം പോലുള്ള സ്ഥലത്ത്, അതുപോലെ കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ കോളനികളും പാകിസ്ഥാൻ മുക്കുകളും സദ്ദാം ബീച്ചും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കി നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ കാര്യക്ഷമമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കേണ്ട സമയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഈ ഒരു ജിന്ന സ്ട്രീറ്റ് ചവിട്ടുകൊട്ടയിൽ എറിയാനുള്ള സാധ്യത തീർച്ചയായും നോക്കൂ, അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു പരിപാടിയുണ്ട്. പ്രമേയം കൊണ്ടുവന്നിട്ട്, അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ജിന്ന സ്ട്രീറ്റിന് പകരം അവിടെ വരേണ്ട പേരാരാണ്? അപ്പോൾ നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളിയായിട്ടുള്ള ചേറ്റൂരിനെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ചേറ്റൂർ വിവാദമൊക്കെ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ പേരാണ് നൽകാൻ പോകുന്നത്. പാലക്കാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരല്ല നൽകേണ്ടത്. അതല്ല അതിൻ്റെ ഒരു പ്രായോഗികത. നമ്മുടെ നാട്ടിൽ മൺമറഞ്ഞു പോയിട്ടുള്ള, ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം പ്രാണനും ജീവനും ത്യജിച്ച അനവധി ധീരദേശാഭിമാനികളുണ്ട്. അതിൽ ജാതിയും മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അത്തരമുള്ള ദേശസ്നേഹികളുടെ, ദേശാഭിമാനികളുടെ പേരാണ് ഇത്തരം നാമകരണം ചെയ്യേണ്ടത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ജിന്ന സ്ട്രീറ്റും ഒരു പാകിസ്ഥാൻ സ്ട്രീറ്റും ഞങ്ങൾ അനുവദിക്കില്ല. പാലക്കാട് നിങ്ങളത് നശിപ്പിക്കും. തീർച്ചയായും. ആ പാകിസ്ഥാനിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പേരുകൾ ഇട്ടുകൊണ്ട് അത് ഒരു കേരളത്തിന്റെ ഒരു പൊതുസമൂഹം എന്ന് ആ പേര് ഉച്ചരിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ ആരെയൊക്കെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ നോക്കൂ, ആരെയാണ് പ്രീണിപ്പിക്കുന്നത്? പാകിസ്ഥാനെയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ഭീകരവാദികളെയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ വിവിധ തെരുവിനൊക്കെ ഈ പാകിസ്ഥാന്റെ പേരും ജിന്നയുടെയും പേരൊക്കെ ഇടുന്നതിന് ഞങ്ങൾ അങ്ങേയറ്റം നോക്കും. അത് ചവറ്റുകുട്ടയിൽ പോകും. കേരളം പോകും. പാകിസ്ഥാനിൽ തന്നെ ജിന്നയുടെ പേരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ പേര് തന്നെ അവർ ആ പ്രതിമകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലും ഉണ്ടാകും. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ, തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ 7ഓളം പേര്, വിവിധ സ്ഥലങ്ങളിലെ വിവിധ റോഡുകളുടെ പേര് ജിന്നയുടെ പേരിലുണ്ട്, പാകിസ്ഥാന്റെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ മാറ്റും. അതിന് ഞങ്ങൾ അവിടെ അധികാരത്തിൽ വരേണ്ട കൊണ്ട് സാഹചര്യമുണ്ട്. അവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള നാമകരണങ്ങളെ ചവറ്റുകുട്ടയിൽ എറിയുക തന്നെ ചെയ്യും. ഈ പാലക്കാട് MLA നിലവിൽ ഒരു യൂത്ത് ലീഗിന്റെ നേതാവിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണം BJP സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണോ? അദ്ദേഹം യൂത്ത് ലീഗിന്റെ നേതാവിനെ പോലെയല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവിനെ പോലെയാണ്. കാരണം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധനമുണ്ട്, NDF പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതഭീകരവാദി സംഘടനകളുടെയും ഒക്കെ തന്നെ ഇടത് തീവ്ര ലിബറലുകളുടെയും ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അദ്ദേഹം രാവും പകലും കയറി ഇറങ്ങിയത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിലാണ്, അവരുടെ ഓഫീസുകളിൽ തിണ്ണയിലാണ്. ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടന പരസ്യമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരുടെ നാവായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലെ നാവായിട്ടാണ് MLA പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പത്തിന്റെ ആവേശമൊക്കെ കൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, അല്ലെങ്കിൽ ഒരു ഏരിയയെ അദ്ദേഹം വളരെ സംഘർഷഭരിതമാക്കാനാണ് അദ്ദേഹത്തിന്റെ പക്വതയില്ലായ്മ കാരണം ഉണ്ടാവുന്നത്.